അല്ല, പരാമർശമൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാനിപ്പം ടി വിയുടെ കേട്ട ന്യൂസാണ്. ട്രിബ്യൂണലിന് മുന്നിലുള്ള വിഷയത്തിൽ അന്വേഷണം നടത്താനാകില്ല, മനസ്സിരുത്തിയല്ല സർക്കാർ കമ്മീഷൻ നിയോഗിച്ചത്, കൃത്യമായ വിശദീകരണം നൽകാൻ സർക്കാരിനായില്ല എന്നൊക്കെയാണ് നിരീക്ഷണം. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഗവൺമെൻറ് മാത്രമേ കമ്മീഷന് കോടതിയിൽ കേസ് നടത്തിയില്ല. ഗവൺമെൻറ് അഡ്വക്കേറ്റ് ജനറലാണ് കേസ് നടത്തിയത്, ഗവൺമെൻറ്റാണ് കേസ് നടത്തിയത്, ഗവൺമെൻറ്റാണ് അതിനെ കോടതി ന്യായീകരിച്ചത്. ഗവൺമെൻറ് തീരുമാനിക്കും, വിധി പഠിച്ച ശേഷം ഗവൺമെൻറ് അതിനെക്കുറിച്ച് തീരുമാനിക്കും. കമ്മീഷനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ കോടതി വിധി ഫോളോ ചെയ്യും ഗവൺമെൻറ്. അത് എന്ത് ചെയ്യുന്നുള്ളത് എനിക്കറിയില്ല. അല്ല, ട്രൈബ്യൂണലിൻ്റെ അധികാരങ്ങൾ ഒന്നും കമ്മീഷന് ഗവൺമെൻറ് തന്നിട്ടില്ല. ഗവൺമെൻറ്റാണ് അതിനെക്കുറിച്ചെല്ലാം. ഞാൻ പറഞ്ഞില്ലേ, വിധിയിലെ നിരീക്ഷണങ്ങളോ അതിനകത്തെ ഫൈൻഡിങ്സോ ഞാൻ കണ്ടിട്ടില്ല. വിധി മാത്രം ഇങ്ങനെ ടി വി കണ്ടത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ലോയറും വിളിച്ച് പറഞ്ഞു, അതല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ കമ്മീഷന് കംപ്ലീറ്റ് ന്യൂട്രലാണ്. കമ്മീഷൻ ഒരു റോളും ഇല്ല. ഗവൺമെൻറ് ആണ് കമ്മീഷൻ നിയമിച്ചത്, ഗവൺമെൻറ്റിന് ന്യായീകരണമുണ്ട്. അതിന് ഗവൺമെൻറ് അത് കോടതിയിൽ പറഞ്ഞു, അത് കോടതി അക്സെപ്റ്റ് ചെയ്തില്ല. ഇനി ഗവൺമെൻറ് തീരുമാനിക്കണം എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞ പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. കമ്മീഷൻ അല്ല, കമ്മീഷൻ്റെ പ്രവർത്തനം 2 മാസം മുമ്പോട്ട് പോയായിരുന്നു. കമ്മീഷന് എല്ലാവരുടെ അടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് മേടിച്ചു. അത് കഴിഞ്ഞാണ് കമ്മീഷനെതിരെ കേസ് വന്നത്. കമ്മീഷൻ നിയമനത്തിനെ ചോദ്യം ചെയ്ത് കേസ് വന്നത്. അപ്പോൾ കമ്മീഷൻ തൽക്കാലത്തേക്ക് പ്രവർത്തനം നിർത്തിവെച്ചു. പിന്നെ ഇനി എന്താണ് ഭാവി പരിപാടി എന്നുള്ളത് കമ്മീഷൻ്റെ പരിപാടി ഗവൺമെൻറ് തീരുമാനിച്ചു. അല്ല, നിയമപരമായിട്ട് സാധുത ഇല്ലെന്നല്ലേ കോടതി പറഞ്ഞു. നേരത്തെ സർക്കാരിന് ഇത്തരത്തിലുള്ള നിയമോപദേശം നേടിയതിനു ശേഷം ട്രിബ്യൂണൽ ഉള്ളൊരു കേസിന് കമ്മീഷൻ വേണമോ എന്നുള്ളത് സർക്കാർ നിയമോപദേശത്തിന്റെ ഇടമല്ലോ, അത് സർക്കാർ വീഴ്ചയാണോ? അല്ല, സർക്കാരിൻ്റെ അഭിപ്രായത്തിൽ കമ്മീഷൻ നിയമിക്കുക, അതാണല്ലോ സർക്കാർ നിയമിച്ചത്. സർക്കാർ കോടതി ഡിഫെൻഡ് ചെയ്തു, നിയമിക്കാൻ സർക്കാരിന് അധികാരമുണ്ടെന്ന് പറഞ്ഞു. അത് കോടതി അംഗീകരിച്ചില്ല. ഈ കോടതി അംഗീകരിച്ചില്ലെങ്കിൽ സർക്കാർ എന്ത് തീരുമാനം എടുക്കും അതിന് മുകളിൽ അപ്പീലുണ്ട് ഡിവിഷൻ ബെഞ്ചിലേക്ക്, അതിന് മുകളിൽ സുപ്രീം കോടതിയുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത് വെതർ ഈ വിധി അക്സെപ്റ്റ് ചെയ്യണോ, മുമ്പോട്ട് പോകണോ, കേസ് കൊടുക്കണോ എന്നൊക്കെ ഗവൺമെൻറ്റാണ് എല്ലാം തീരുമാനിക്കേണ്ടത്. എനിക്ക് അതിൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ഞാൻ അഭിപ്രായം പറഞ്ഞാൽ ശരിയല്ല. കാര്യം വെച്ചാൽ കമ്മീഷൻ വ്യക്തിപരമായിട്ട് ഇതിനകത്ത് ഒരു താല്പര്യമില്ല. ഒരു ചുമതല ഗവൺമെൻറ് ഏൽപ്പിച്ചാൽ ചെയ്യാവുന്നല്ലാതെ വേറെ യാതൊന്നും എന്നെ സംബന്ധിച്ചോളം ഇല്ല. അല്ല, കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയത് അത് കോടതി കേസ് വന്നപ്പോൾ തൽക്കാലം നിർത്തിവെച്ചു. കാരണം കമ്മീഷൻ മുമ്പോട്ട് പോകുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. കോടതിയിൽ കമ്മീഷൻ്റെ നിയമനത്തിനെ ചോദ്യം ചെയ്ത് കേസ് വന്നപ്പോൾ കമ്മീഷൻ മുമ്പോട്ട് പ്രവർത്തനം കൊണ്ടുപോകുന്നത് ശരിയല്ല, കോടതി വിധി വരട്ടെ എന്ന് ഓർത്തു. കോടതി വിധി വന്നപ്പോൾ കമ്മീഷനെ നിയമിക്കാൻ സർക്കാരിന് അധികാരമില്ലെന്ന് കോടതി പറഞ്ഞു ഇന്ന്. അപ്പോൾ ഇനി ഗവൺമെൻറ് തീരുമാനിക്കും, ഗവൺമെൻറ് എന്ന് തീരുമാനിക്കും. കോടതി വിധികളെ ആശ്രയിച്ചിരിക്കും കമ്മീഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളത്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഡിവിഷൻ ബെഞ്ചിന് ഞാൻ സിംഗിൾ ബെഞ്ചിലും ഇല്ലായിരുന്നല്ലോ. ഡിവിഷൻ ബെഞ്ചൊക്കെ ഹൈക്കോടതി തീരുമാനം, ഗവൺമെൻറ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഗവൺമെൻറ്റാണ് അഡ്വക്കേറ്റ് ജനറലിൻ്റെ കേസ് നടത്തിയത്. അപ്പോൾ ഗവൺമെൻറ് നിയമോപദേശം എടുക്കും, ഗവൺമെൻറ് തീരുമാനിക്കും അപ്പീൽ കൊടുക്കണം, ജഡ്ജ്മെൻറ്റ് അംഗീകരിക്കണോ. കമ്മീഷന്റെ ഇതുവരെയുള്ള 2 മാസത്തിലുള്ള റിപ്പോർട്ടോ മറ്റോ ഇല്ലല്ലോ. കമ്മീഷൻ റിപ്പോർട്ടൊന്നും ഗവൺമെൻറ് കൊടുക്കാൻ പോകുന്നില്ല. കമ്മീഷൻ്റെ നിയമനത്തിന് സാധ്യത ഇല്ലെന്ന് ഗവൺമെൻറ് കോടതി പറഞ്ഞപ്പോൾ പിന്നെ കമ്മീഷൻ ഇനി ഒരു റിപ്പോർട്ടും ഗവൺമെൻറ് കൊടുക്കാൻ പോകുന്നില്ല. നിങ്ങൾ അഡ്വക്കേറ്റ് ജനറലോട് തന്നെ ചോദിക്കാൻ പറ്റില്ല. ഗവൺമെൻറ്റിനോട് സംസാരിച്ച് ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്നാണ് പ്രതികരണം മേടിക്കുന്നത്. അല്ല, കമ്മീഷൻ്റെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോയതിന് റിപ്പോർട്ട് കൊടുത്തതിന് കമ്മീഷൻ്റെ പ്രവർത്തനത്തിന് കൂടുതൽ സമയം ഗവൺമെൻറ് തന്നു. പക്ഷേ അന്നേരം കോടതി വിധി ഇങ്ങനെ വന്നപ്പോൾ പിന്നെ ഇനി കമ്മീഷനൊന്നും ചെയ്യാനില്ലല്ലോ. ജനങ്ങൾക്ക്
വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? അല്ല, ജനങ്ങളുടെ പ്രതീക്ഷ കോടതി വിധി ഒരു വിഭാഗം പ്രതീക്ഷിക്കുന്നതായിരിക്കും. എനിക്കറിയില്ല ഏതായാലും. ഇപ്പോൾ കോടതിയൊന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ. ജനങ്ങളുടെ കാര്യമൊക്കെ ട്രൈബ്യൂണലും കോടതിയൊക്കെ തീരുമാനിക്കുന്നല്ലേ പറഞ്ഞേക്കണേ. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഹൈക്കോടതി ആർക്കും എതിരായിട്ട് വിധിച്ചിട്ടില്ലല്ലോ. കമ്മീഷൻ ആവശ്യമില്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കോടതി വിധികളും ട്രൈബ്യൂണൽ വിധികളിലും ഒക്കെ അടിസ്ഥാനമായിരിക്കുന്നല്ലേ കോടതി പറഞ്ഞത്. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതൊക്കെ ഫാക്റ്റിൽ തന്നെ ഉണ്ടല്ലോ. അതല്ലേ കോടതി പറഞ്ഞേക്കണേ. അപ്പീൽ പോകാൻ സാധ്യത ഗവൺമെൻറ്റാണ് ആലോചിക്കേണ്ട കുട്ടി. അപ്പീൽ പോകുന്നതിനെ കുറിച്ച് ഗവൺമെൻറ്റല്ലേ ആലോചിക്കേണ്ടത്. ഗവൺമെൻറ്റല്ലേ കേസ് നടത്തിയത്, ഗവൺമെൻറ്റല്ലേ കമ്മീഷൻ നിയോഗിച്ചത്. ഗവൺമെൻറ് പലതും അറിയാമല്ലോ, ഗവൺമെൻറ്റിന് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. ഗവൺമെൻറ്റിന് അധികാര പരിധി അറിയാം, ഗവൺമെൻറ്റിന് ആക്റ്റിലെ എല്ലാ കാര്യങ്ങളും അറിയാം. പിന്നെ ഗവൺമെൻറ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ ഗവൺമെൻറ് തീരുമാനിക്കും എന്ത് ചെയ്യണം. ഇത് അംഗീകരിക്കണം, ഗവൺമെൻറ് അതിന് മുകളിൽ അപ്പീൽ കൊടുക്കണമെന്ന് ഗവൺമെൻറ് തീരുമാനിക്കും. അല്ല, കമ്മീഷനെതിരെ കോടതി ഒരു നിരീക്ഷണം പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. കമ്മീഷനെതിരെ എന്തിനു പറയണം? കമ്മീഷനെതിരെ ആരോപണമൊന്നുമില്ലല്ലോ. സർക്കാർ നിയോഗിച്ച കമ്മീഷൻ പ്രവർത്തനം തുടങ്ങിയെന്നല്ലാതെ കമ്മീഷനെതിരെ ഒന്നും കോടതിയിൽ ആരും ആരോപണം പറഞ്ഞിട്ടില്ല. നിയമനത്തിനെ ചോദ്യം, കമ്മീഷൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ നിയമനത്തിന് തന്നെ സാധുതയാണ് ചോദ്യം ചെയ്തത്. അതാണ് കോടതി അംഗീകരിച്ചത്.